വീട് ഷിഫ്റ്റ് ചെയ്യാണ് ഇവിടെ ന്യൂസിലാൻഡിൽ. ഇതിപ്പോൾ രണ്ടാമത്തെ വീട്ടിലേക്ക് മാറുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തോളം അടുത്താവാറായി. അപ്പോൾ ഞങ്ങളിത് ആ വാനിലാണ്, ആ കാണുന്ന മഞ്ഞ വാനിലാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് വീട്. 3 ആഴ്ച മൊത്തം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു $5,000 മുകളിൽ ഡോളർ അല്ലേ? $5,000 അത്രയും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. ഞങ്ങളിന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യാണ് ഇവിടെ ന്യൂസിലാൻഡിൽ. ഇതിപ്പോൾ രണ്ടാമത്തെ വീട്ടിലേക്ക് മാറുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തോളം അടുത്താവാറായി. അപ്പോൾ ഞങ്ങളിത് ആ വാനിലാണ്, ആ കാണുന്ന മഞ്ഞ വാനിലാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ്, ഇവിടെയാണ് വീട്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടുക്ക് കാണുന്ന വീടാണ്. 3 വീടുകളുണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൽ നടുക്ക് കാണുന്ന വീട്ടിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജിയോ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നോയൽ ലിവിങ്ങിന്. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയുടെ കൂടിയാണ് മാറുന്നത് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ അതേ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഇതെല്ലാം കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു ഇതാണ് കാണുന്നത് അവർ. അപ്പോൾ അവർ ഡെലിവറി ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെല്ലാം കൊണ്ടുവന്ന് ശരിക്കും പറഞ്ഞാൽ അത് ഫിറ്റ് ചെയ്ത് തരും. ഇതാണ് കേട്ടോ സംഭവം. നമ്മുടെ കിച്ചണാണിത്. അപ്പോൾ ജിയോയും 5ഉം പിന്നെ ഞങ്ങൾ 4 പേരുമാണ് ഇവിടെ താമസിക്കാൻ പോകുന്നത്. ഒരു വർഷത്തേക്കുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചാണ് ഞങ്ങളിപ്പോൾ ഈ വീടെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് മാറേണ്ടി വരും. അതുകൊണ്ട് ഒരു 1 ഇയറാണ്. 2 ഇയറിലേക്കുള്ള എഗ്രിമെൻ്റ് ഉള്ളതുണ്ടായിരുന്നു, നമ്മളതെടുത്തില്ല. 2 ഇയർ എടുത്തു കഴിഞ്ഞാൽ 2 ഇയർ വരെ നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു 4 ബെഡ്റൂമുണ്ട്. അങ്ങനെ ഉള്ളൊരു വീടാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് ഞങ്ങൾ ഒന്നും കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ താമസിച്ച സ്ഥലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫർണിഷ്ഡ് ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എടുക്കുമ്പോൾ ഒന്നുമില്ല അതിൽ കേട്ടോ, വേറെ സാധനങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിലേക്കുള്ള മിക്ക സാധനങ്ങളുണ്ട്, പക്ഷേ ഫ്രിഡ്ജ് മാത്രമില്ല കേട്ടോ. ഇത് അവർ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ 2 പയ്യന്മാരാണ് കേട്ടോ. പക്ഷേ അവരോട് ഇപ്പോൾ സപ്പോർട്ട് വേണമെന്ന് വെച്ചുമ്പോൾ അവർ നമ്മൾ ടച്ച് ചെയ്യേണ്ടതെന്ന് പറയണം. അവർ തന്നെ എല്ലാം കൊണ്ടുവന്ന് കയറ്റി ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുള്ളൂ കേട്ടോ. ഒരു ഫ്രിഡ്ജ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കേട്ടോ. ഒരു ട്രോളിങ് കൊണ്ടാണ് അവർ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞിട്ട് കയറ്റി വയ്ക്കാണ്ട് അത് കറക്റ്റ് ഫിറ്റാവണ ടൈപ്പിലുള്ളൊരു ഫ്രിഡ്ജായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലാണ് അതിൻ്റെ കണക്ഷൻ. അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ വലിച്ചു മാറ്റിയിട്ട് വേണം ഓഫ് ചെയ്യാൻ. അപ്പോൾ അതേ വാഷിംഗ് മെഷീനും ഫിറ്റ് ചെയ്തു, ഫ്രിഡ്ജും കഴിഞ്ഞു, അവരിറങ്ങാണ്. അപ്പോൾ അവരതിന് ഫോട്ടോയും എടുത്തിട്ടാണ് അവർ പോകുള്ളൂ കേട്ടോ. അതിൻ്റെ അവർ കംപ്ലീറ്റ് ആക്കി എന്നുള്ളൊരു റെക്കോർഡാണത്. അതെ, അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ ഇനിയൊരു ബെഡ് എടുക്കാൻ വേണ്ടി പോണ വഴിയാണ്. അപ്പോൾ ഇനി പോയിട്ട് അത് എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇതായി നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കുന്ന ടൈമിലുള്ള വണ്ടിയാണ് ഓടിച്ചുകൊണ്ട് നടക്കണത്, ഒരു വാൻ. ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു 407 ഓടിക്കുന്നതിൻ്റെ ഒരു ഫീൽ കേട്ടോ അല്ലേ? ജിയോ എൻ്റെ കൂടെ ഞാനൊന്ന് കാണിച്ചെടുത്ത്, ഫ്രണ്ട് കാണിച്ചെടുത്ത് നമ്മൾ പോണ വഴിയാണ്ടാ. ഇവിടെ ഇപ്പോൾ അടുത്ത് ഹെൻഡേഴ്സണിൽ വന്നേക്കണാണ് നമ്മൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വേറെ എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് വച്ചു ഓൾറെഡി. അപ്പോൾ വീട്ടിലെ എല്ലാ സാധനം ഒന്നുമില്ല വീട്ടിൽ. ശരിക്കും നമുക്ക് വീട് കിട്ടുമ്പോൾ ഒന്നുമില്ലാണ്ടാണ് നമുക്ക് അങ്ങ് തരുന്നത്. അപ്പോൾ അതേ ഞങ്ങളതേ ഹാർവേ നോർമാനിൽ നിന്ന് ബെഡ് മേടിച്ച് ടേബിളുകളെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അതിനായിട്ട് കുറേ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുണ്ട് അല്ലേ? വീട് ഒഴിഞ്ഞ് കിടക്കണ കാര്യമാണ്, ശരിയാക്കണം. അപ്പോൾ ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം അല്ലേ, നമ്മൾ ഇപ്പം എടുത്തേക്കണ ഏരിയയിൽ കുറച്ച് കുറവുണ്ട്. പക്ഷേ നാട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് ഭയങ്കര ഒരു ചാർജ് തന്നെയാണ്. ഇവിടുത്തെ റെന്റ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിലെ 40,000 ഒരാഴ്ച നമ്മൾ. പിന്നെ ഞാൻ വേറൊരു അപ്ഡേറ്റ് തരാൻ വന്നത്, ഇന്ന് 2 ദിവസം മുമ്പ്
ഒരാൾ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ സോഷ്യൽ വർക്കിനെ പറ്റി. സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വർക്കിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ കേട്ട അതിനോടനുബന്ധിച്ചുള്ള ഒരു കോഴ്സ് ന്യൂസിലാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാനും വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അപ്ഡേറ്റ് ഞാൻ തന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ജോബിൻ്റെ മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് നമ്മളെപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നോക്കി കണ്ട് വരിക. ഇവിടെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് കേട്ടോ. കാര്യം പറയാം, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒക്കെ ഇവിടെ ചിലവഴിക്കാനുള്ളൂ, ടാക്സും ഇതൊക്കെ ആയിട്ട് പോകാനുള്ളൂ. നിങ്ങൾ മറ്റേ കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ഞങ്ങളിത് ഈ വീട് മാറുന്നതിൽ എന്തോരം കാശ് ചിലവാണെന്ന് അറിയാമോ? ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ തന്നെ വേണം. എത്രയായിരുന്നു ജിയോ ഇപ്പോൾ അഡ്വാൻസ് നമ്മൾ കൊടുത്താൽ? നമ്മൾ ഏകദേശം നാട്ടിലെ 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തു. പിന്നെ അല്ലാണ്ട് റെന്റ് അഡ്വാൻസ് കൊടുക്കണം. എത്ര വീക്കാണെന്ന് നമ്മളിപ്പോൾ കൊടുത്തേക്കണേ? നമ്മളിപ്പോൾ 3 ആഴ്ചത്തെ റെന്റ് അഡ്വാൻസ്. 3 ആഴ്ച മൊത്തം എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $5,000 മുകളിൽ ഡോളർ അല്ലേ? $5,000 അത്രയും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നല്ല തിരിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ചിലവ് ഇവിടെ ഉണ്ട്. ഒറ്റയ്ക്ക് വീട് എടുക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല, ഇത് നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് മാത്രം പോരല്ലോ, നമുക്ക് വീടിനകത്തേക്കുള്ള സാധനങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മൾ മേടിക്കണം. അപ്പൊ അതിന്റെ കോസ്റ്റ് നോക്കണം. പിന്നെ എക്സ്ക്ലൂഡിങ് കറണ്ട്, അതെല്ലാം നമ്മൾ പിന്നെ കറണ്ടും വൈഫൈ അതൊക്കെ നമ്മൾ വാട്ടർ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ. വാട്ടർ നമ്മളില്ല, വാട്ടർ ഓൾറെഡി അവിടെ ഉണ്ട്. വാട്ടറിന്റെ പേയ്മെന്റ് മാത്രമല്ല മതി. ബാക്കിയുള്ള സംഭവങ്ങൾ ഇപ്പൊ നമ്മൾ എടുത്തേക്കണ കൺസൾട്ടൻസിയുടെ ത്രൂ ആണ്. അപ്പൊ ഓണർ കൺസൾട്ടൻസിക്ക് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ആ കൺസൾട്ടൻസി ആണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അവര് ഇടയ്ക്ക് ഇൻസ്പെക്ഷൻ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അത് ചെയ്യാൻ വരുമ്പോൾ ക്ലീൻ നീറ്റായിട്ട് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വോളിന് എന്തെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ കുത്തിയൊരുക്കി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ പയ്യന്മാരങ്ങനെ ചെയ്യാറില്ല. അറിയാണ്ട് ചെയ്താൽ പോലും നമ്മളത് ക്ലീൻ ചെയ്ത് കറക്റ്റാക്കി ഇട്ടോളണം, അല്ലെങ്കിൽ എല്ലാത്തിനും ചാർജാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒറ്റയ്ക്ക് റൂം എടുക്കാം എന്ന് വിചാരിച്ചു വന്നാൽ കുറച്ച് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അല്ലാണ്ട് സിംഗിൾ റൂമൊക്കെ ഇപ്പോൾ 2 പേരുള്ള കപ്പിൾസ് ഇതൊക്കെയാണ് വന്നെങ്കിൽ കുഴപ്പമില്ല. അവർക്കല്ല സിംഗിളായിട്ടുള്ള റൂം എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇനിയും ഇങ്ങനത്തെ ചെറിയ അപ്ഡേറ്റ്സുകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.